നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് റോമോസ് എന്ന കമ്പനിയുടെ സോളോ 5 എന്ന 10000 mAh കപ്പാസിറ്റി ഉള്ള ഒരു പവർ ബാങ്ക് ആണ്. അപ്പോൾ ഈ പവർ ബാങ്കിന്റെ ബോക്സ് നമുക്ക് അൺബോക്സ് ചെയ്യാം. എന്തൊക്കെയാണ് ഇതിന്റെ പ്രത്യേകതകൾ എന്ന് നമുക്ക് കണ്ടു മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് കൂട്ടുകാരോട് ചെറിയ അപേക്ഷ, നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് സമീപം കാണുന്ന ബെല്ലൈക്കണിൽ ഒരു തവണ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന ഉടൻ അവ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് റോമോസ് എന്ന കമ്പനിയുടെ സോളോ 5 എന്ന മോഡൽ 10000 mAh കപ്പാസിറ്റിയുള്ള പവർ ബാങ്ക് ആണ്. ഈ പവർ ബാങ്കിന് ആമസോണിൽ വില 1100 രൂപയാണ്. എന്നാൽ റോമോസ് 5+ എന്ന LED ഇൻഡിക്കേറ്ററുള്ള ഇതേ ഒരു പവർ ബാങ്കിന്റെ വില 1560 രൂപയാണ്. ഈ രണ്ട് പവർ ബാങ്കുകളും ഫ്ലിപ്കാർട്ടിൽ നിന്നും ആമസോണിൽ നിന്നും വാങ്ങുവാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവയിൽ കയറി ആ പവർ ബാങ്ക് പരിചയപ്പെടാവുന്നതാണ്. ഇവിടെ നമ്മൾ ഈ പവർ ബാങ്കിന്റെ ബോക്സ് നോക്കുന്ന സമയത്ത് ഇതിന്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് നമുക്ക് റോമോസ് എന്ന് എഴുതിയതെല്ലാം കാണാൻ സാധിക്കും. അതുപോലെ താഴെയായിട്ട് സോളോ 5 പോർട്ടബിൾ എക്സ്റ്റേണൽ ബാറ്ററി എന്നെല്ലാം എഴുതിയിട്ടുണ്ട്. അതുപോലെ iPhone 7 4.3 പ്രാവശ്യം ചാർജ് ചെയ്യാമെന്ന് പറയുന്നു. iPhone 7+ ആണെങ്കിൽ 2.9 പ്രാവശ്യം ചാർജ് ചെയ്യാമെന്ന് പറയുന്നു. iPad ആണെങ്കിൽ 1.2 പ്രാവശ്യം ചാർജ് ചെയ്യാമെന്നും ഇവിടെ പറയുന്നുണ്ട്. എന്റെ കയ്യിൽ രണ്ട് വ്യത്യസ്ത തരത്തിലുള്ള ബോക്സുകളുണ്ട്. രണ്ടും സെയിം പ്രൊഡക്റ്റ് തന്നെയാണ്, ഡിഫറെന്റ് പാക്കേജിംഗിലാണ് വന്നത് എന്ന് മാത്രം. ഈ ബോക്സിന്റെ പിൻഭാഗത്തായിട്ട് നമുക്ക് ചില ഇൻഡിക്കേഷൻസ് എല്ലാം കാണാൻ സാധിക്കും. USB പോർട്ട് എല്ലാം മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. അതുപോലെ LED ഇൻഡിക്കേറ്റർ, ബട്ടൺസ്, ചാർജിംഗ് പോർട്ട് എല്ലാം മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. നമുക്ക് തൽക്കാലം ഈ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണുന്നത് ഒരു പവർ ബാങ്ക് ആണ്. അതുപോലെ ചില യൂസർ മാനുവൽ കാര്യങ്ങളെല്ലാം ഇതിന്റെ മുകൾ ഭാഗത്തായിട്ട് കാണുന്നുണ്ട്. നമ്മൾ ഈ പവർ ബാങ്ക് എടുക്കുന്ന സമയത്ത് ഇതിൽ നമ്മൾ ആദ്യം കാണുന്നത് ഇത് ചാർജ് ചെയ്യാനുള്ള ആ ഒരു പോർട്ടാണ്. കൂടാതെ ഒരു ബട്ടൺ കാണാൻ സാധിക്കും. അതിനുശേഷം 4 LED ലൈറ്റുകളും ഇവിടെ കാണാൻ സാധിക്കും. ബട്ടൺ നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് 4 ഇൻഡിക്കേറ്ററും കത്തുന്നുണ്ട്. അതിനർത്ഥം ഇത് ഫുള്ളായിട്ട് ചാർജ് ആയിട്ടുണ്ട് എന്നാണ്. കൂടാതെ ഇതിന്റെ പിൻഭാഗത്തായിട്ട് നമുക്ക് ലീഗൽ സിംബൽസ് കാര്യങ്ങളെല്ലാം കാണാൻ സാധിക്കും. സോളോ 5 എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ഇതിന്റെ ഫ്രണ്ട് ഭാഗത്താണെങ്കിൽ നമ്മൾ കാണുന്നത് റോമോസ് എന്ന് എഴുതിയതാണ്. ഇനി ഇതിന്റെ മുകൾ ഭാഗത്ത് നമ്മൾ കാണുന്നത് 2 USB പോർട്ടുകളാണ്. ഇവിടെ കാണുന്ന 2 പോർട്ടുകളിൽ 2 ചാർജിംഗ് ഇൻഡിക്കേറ്റർ കാണിക്കുന്ന ആ ഒരു പോർട്ടിൽ 2.1 ആംപിയർ കറണ്ട് നമുക്ക് ലഭിക്കുന്നതാണ്. ഒരൊറ്റ ചാർജിംഗ് ഇൻഡിക്കേറ്റർ മാത്രം കാണിക്കുന്ന ആ പോർട്ടിൽ നമുക്ക് ലഭിക്കുക 1 ആംപിയർ മാത്രമായിരിക്കും. സോ നിങ്ങളുടെ ഫോണിൽ 2.1 വോൾട്ട് സപ്പോർട്ട് ചെയ്യുമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പോർട്ട് ഉപയോഗിക്കാവുന്നതാണ്. അഥവാ നിങ്ങളുടെ ഫോണിൽ 1 ആംപിയർ മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ 1 ആംപിയർ ലഭിക്കുന്ന ആ പോർട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമ്മൾ ഇതിന്റെ യൂസർ മാനുവൽ എടുത്തു നോക്കാം. യൂസർ മാനുവൽ എടുക്കുന്ന സമയത്ത് അതിനകത്ത് നമുക്ക് ഈ ഒരു പവർ ബാങ്ക് ചാർജ് ചെയ്യുന്നതിനുള്ള USB കേബിൾ കാണാൻ സാധിക്കും. ഇത് നമ്മളുടെ സാധാരണ രീതിയിലുള്ള മൈക്രോ USB പോർട്ട് തന്നെയാണ്. അപ്പോൾ ഈ കേബിൾ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ഫോണും പവർ ബാങ്കും മാറി മാറി ചാർജ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഈ പവർ ബാങ്കിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ പവർ ബാങ്കിന്റെ അഡ്വാൻറ്റേജ് ആയി എനിക്ക് പറയാനുള്ളത് ഇതിന്റെ സൈസാണ് ഒന്നാമത്തേത്. കാരണം അത്രയ്ക്ക് വലിയ സൈസൊന്നുമല്ല, നമുക്ക് നമ്മളുടെ പോക്കറ്റിലൊക്കെ ഇട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന പാകത്തിലുള്ള ഒരു പവർ ബാങ്ക് തന്നെയാണ് ഇത്. പിന്നീട് പറയാനുള്ളത്, എനിക്ക് എന്റെ iPhone 7+ 2.5 പ്രാവശ്യം ചാർജ് ചെയ്യാൻ സാധിക്കും. ഇതിൽ കമ്പനി പറയുന്നത് 2.9 പ്രാവശ്യമാണെങ്കിലും കൂടി എനിക്ക് 2.5 പ്രാവശ്യമാണ് കിട്ടിയത്. അത് ചിലപ്പോൾ എന്റെ ഫോൺ ഞാൻ ഉപയോഗിച്ചുകൊണ്ടായിരിക്കാം. എന്തൊക്കെയാണെങ്കിലും വളരെ നല്ല പവർ ബാങ്ക് തന്നെയാണിത്. ഇനി ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് ആയി എനിക്ക് പറയാനുള്ളത്, ഇതിലൊരു LED ഇൻഡിക്കേറ്റർ മാത്രമാണുള്ളത്. ഡിജിറ്റൽ ആയിട്ടുള്ള ഇൻഡിക്കേറ്റർ ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് എത്ര ചാർജ് ഉണ്ടെന്ന് അറിയാൻ സാധിക്കില്ല. പിന്നീട് എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം, ഈ പവർ ബാങ്ക് ഞാൻ ഐഫോണിന്റെ കൂടെ കിട്ടുന്ന ചാർജർ ഉപയോഗിച്ച് ചാർജ് ചെയ്തപ്പോൾ എനിക്ക് 12 മണിക്കൂർ എടുത്തു ഫുൾ ആയിട്ട് ചാർജ് ആവാൻ. എന്നാൽ ഞാൻ ഷവോമിയുടെ കൂടെ കിട്ടിയിട്ടുള്ള 2 ആംപിയർ ഔട്ട്പുട്ട് ഉള്ള ആ ഒരു പവർ ബാങ്ക് ഉപയോഗിച്ച് ചാർജ് ചെയ്തപ്പോൾ എനിക്കിത് 6 മണിക്കൂർ കൊണ്ട് ചാർജ് ചെയ്യാൻ സാധിച്ചു. സോ ഒരു ചാർജർ കൂടെ തരികയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പമായിരുന്നു ഇവ ചാർജ് ചെയ്യുന്നതിനായിട്ട്. അല്ലാത്ത പക്ഷം നമ്മൾ ഒരു അഡീഷണൽ ചാർജർ വേഗത്തിൽ ചാർജ് ചെയ്യുന്നതിനുള്ള ഒരു ചാർജർ വാങ്ങേണ്ടതായിട്ട് വരും. സോ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഈ അൺബോക്സിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഒപ്പം വൈ എന്ന് കമന്റ് ചെയ്യുക. ഇഷ്ടമായിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്നെ കമന്റ് ചെയ്യുക. കൂടാതെ നിങ്ങൾക്ക് ഈ വീഡിയോയെ കുറിച്ചും ഈ പവർ ബാങ്കിനെ കുറിച്ചും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ അതും താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. എനിക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ്. ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാ കൂട്ടുകാർക്കും വേണ്ടി എന്ന് പറഞ്ഞാൽ നന്ദി. അടുത്ത ഒരു പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. സൈനിങ് ഓഫ്, നിഖിൽ. നിങ്ങൾ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷനും ഓൺ ചെയ്ത് വെക്കുക. അഥവാ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഫേസ്ബുക്കിലാണെങ്കിൽ ടെക് മലയാളി എന്ന എന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. ഫോളോ ബട്ടണിൽ അമർത്തി ഫസ്റ്റ് എനേബിൾ ചെയ്ത് വെക്കുക.